ഈ അടിയന്തര പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ള സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ പീനൽ കോഡിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 598/2021 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. കേസിലെ പ്രതിയായ അർജുൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കി കട്ടപ്പന പോക്സോ പ്രത്യേക കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കട്ടപ്പന പ്രത്യേക പോക്സോ കോടതി കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവായിട്ടുണ്ട്. കോടതി വിധി പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികളും വകുപ്പ് തല നടപടികളും സ്വീകരിച്ചു വരികയാണ്. പ്രതിയെ വെറുതെ വിട്ട ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ സർക്കാർ ഫയൽ ചെയ്ത അപ്പീൽ ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമായി കേരളം ഇതിനകം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പോലീസിനെ ജനസൗഹൃദമായി മാറ്റിയെടുക്കുന്നതിലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലും നമ്മുടെ പോലീസ് മുൻപന്തിയിലാണ്. തെളിയിക്കാൻ കഴിയാതെ കിടന്ന നിരവധി കേസുകളിൽ പഴുതടച്ചുള്ളി അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്ന മികവോടെ പോലീസ് പ്രവർത്തിക്കുന്നു. അടുത്തിടെയുണ്ടായ ചില കേസുകൾ പോലീസിൻ്റെ കുറ്റാന്വേഷണ മികവിൻ്റെ ഉദാഹരണങ്ങളാണ്. തെളിയിക്കപ്പെടാതെ കിടന്ന കേസുകൾ വരെ തെളിയിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഒരാക്രമണം പോലും നടക്കരുത് എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളിൽ ശക്തമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സമൂഹത്തോട് പ്രതിബദ്ധത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഇതിലൊരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ വിഷയമായി വരുന്നില്ല.